മുതുവണ്ണാച്ചിയിലെ പുരാതനമായ ചിറക്കര നരസിംഹമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ മുന്നോടിയായി ഗണപതി പ്രീതിക്കായി 1008 തേങ്ങകളാൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം ഒരുക്കിയ ഹോമകുണ്ഡത്തിലാണ് മഹാഗണപതി ഹോമം നടത്തിയത്. ഗണപതി ഹോമം ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും നടത്തപ്പെടുമെങ്കിലും ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരുന്ന വിശേഷാൽ ചടങ്ങാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം അഥവാ അഷ്ടദ്രവ്യ ഗണപതി ഹോമം. ഗണപതിയുടെ പ്രതീകമായി കണ്ടുവരുന്ന ഗജമുഖനെ മുന്നിൽ നിർത്തി ഹോമം ചെയ്യുന്നതാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം. പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിൽ വലിയ ഹോമകുണ്ഡം തയ്യാറാക്കിയാണ് ഹോമം നടത്തുന്നത്. ഇതിൽ അഷ്ടദ്രവ്യങ്ങളായ കൊട്ടത്തേങ്ങ, അവിൽ, മലർ, ശർക്കര, കദളിപ്പഴം, നാരങ്ങ, എള്ള്, കരിമ്പ് എന്നിവയും ഗണപതിയുടെ ഇഷ്ടനിവേദ്യങ്ങളായ അപ്പം, അട എന്നിവയും ഹോമിക്കുകയും കൂടാതെ ഹോമകുണ്ഡത്തിന് വലതുവശത്ത് വരച്ചുണ്ടാക്കുന്ന പത്മത്തിലും ഗണപതിയെ പൂജിച്ച് നിവേദിക്കും. ഇതാണ് ഭക്തർക്ക് നിവേദ്യമായി നൽകുന്നത്. ഇതിനു പുറമെ ആനയെ നിർത്തി ഗണപതി മന്ത്രം കൊണ്ട് പൂജിച്ച് നിവേദ്യമർപ്പിക്കും. ഹോമകുണ്ഡത്തിന് മുന്നിൽ ആനയെ ഇരുത്തിയാണ് പൂജാകർമ്മങ്ങൾ നടത്തുക. തുടർന്ന് ആനയൂട്ടും, കരിമ്പ്, പഴം എന്നിവയും നൽകും. സൂര്യകാലടിയിലെ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ മൃത്യുഞ്ജയ ഹോമത്തിലും ഭഗവതി സേവയ്ക്കും ഇളമന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി വീട്ടിയോട്ട് ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി, മോഹന നമ്പൂതിരി, അഭിജിത്ത് നമ്പൂതിരി, ആനന്ദ് നമ്പൂതിരി എന്നിവർ പൂജാകർമ്മങ്ങളിൽ പങ്കാളികളായി. അക്കരമ്മൽ ബാബുലാൽ തിരുവമ്പാടി എന്ന ലക്ഷണമൊത്ത കൊമ്പനെയാണ് പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിൽ പങ്കാളികളാവാൻ എത്തിച്ചേർന്നു. ഇരുപത്തിമൂന്ന്, 24, 25 തീയതികളിൽ
ക്ഷേത്രത്തിൽ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണ പ്രശ്നവും നടത്തുന്നു. സുബിത അനിൽ, പ്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. Boche Gold and Diamonds. Buy now, pay later.